നമസ്കാരം മക്കളെ, സുബർ സാറാണ്. നമ്മുടെ +2 സേ 2026 എന്ന് പറഞ്ഞാൽ ഇപ്പം ഫെയിൽ ആയിട്ടുള്ള കുട്ടികൾക്ക് അടുത്ത വർഷമാണ് എക്സാം ഉള്ളത്. അവർക്ക് വേണ്ടിയുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റ് ആണ് പറയുന്നത്. നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചു വന്ന രീതിയിൽ നിന്നും മാറി പഠിക്കണം എന്നുള്ളത് ഒന്ന് ഓർക്കുക. കാരണം ഇതുവരെ നമ്മൾ പഠിച്ചത് റെപ്പറ്റീഷൻ മോഡിലുള്ള കുറെ ക്വസ്റ്റ്യൻസുകളായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്ന ക്വസ്റ്റ്യൻസുകളെ കണ്ടു പഠിക്കുക, അതിൽ തന്നെ ചെയ്യുക. അങ്ങനെയായിരുന്നു കുട്ടികളൊക്കെ ജയിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിനുള്ളിൽ നമുക്ക് എന്തായാലും ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് 100% ക്വസ്റ്റ്യൻസുകളെ ഒന്ന് ഡിവൈഡ് ചെയ്താൽ 3ആയിട്ടാണ് അത് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്നാമത് 30% ഒരുവിധം ഈസി ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും. നെക്സ്റ്റ് 40% മീഡിയം ടൈപ്പ് ആയിരിക്കും. ബാക്കി 30% ടഫ് ആയിരിക്കും. ഇങ്ങനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും 30% ഈസി നിന്നും അങ്ങ് പഠിച്ചെടുത്ത് ജയിക്കാവുന്ന ഈ ഈസി ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചിലപ്പോൾ പഠിക്കാത്ത ചാപ്റ്ററിലായിരിക്കും വരുന്നത്. നമുക്ക് ഈ ടഫായിട്ടൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ചാപ്റ്ററൊക്കെ ഉണ്ടല്ലോ, നമ്മളങ്ങ് വിടും. കാരണം നമുക്ക് എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലേ? അപ്പൊ അവര് അതിനുള്ളിൽ ഒരു ഈസി ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. കാരണം നമ്മൾ പഠിക്കാത്തതുകൊണ്ട് ഈസി ആണെങ്കിലും ടഫ് ആണെങ്കിലും എല്ലാം നമുക്ക് ഒരുപോലെ തോന്നുന്നു, അല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വർഷം തൊട്ട് മീൻസ് ഈ വർഷത്തെ എക്സാം വരാൻ പോകുന്ന എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടത് പഴയ മാതിരി കുറച്ച് പഠിച്ചുകൊണ്ട് ഒരു ചാപ്റ്ററിൽ നിന്ന് പോവുക എന്നുള്ള മോഡ് മാറ്റി നിങ്ങൾക്ക് പഠിക്കാവുന്ന ചാപ്റ്റേഴ്സുകളെ മുഴുവനായിട്ടും പഠിക്കുക എന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്കിപ്പോൾ ഉള്ള ചാപ്റ്റേഴ്സിനെ ഒന്ന് ഡിവൈഡ് ആക്കിയിട്ട് 3ൽ 2ആയിട്ട്, ഇപ്പോൾ 15 ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ 3ൽ 2 എന്ന് പറയുമ്പോൾ 10 ചാപ്റ്റേഴ്സ്. 15ൽ 10 ഇല്ലെങ്കിൽ 15ൽ ഏറ്റവും കുറഞ്ഞത് 8 ചാപ്റ്റർ. 15 ചാപ്റ്റേഴ്സ് ഉള്ളതിനകത്ത് ഒരു 8 ചാപ്റ്റേഴ്സ് നിങ്ങൾ ഫുള്ളായിട്ട് പഠിച്ചിരിക്കണം. എന്തെങ്കിലും നമുക്ക് ജയിക്കുന്ന രീതിയിൽ കൂടെ എത്താൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെയും ക്വസ്റ്റ്യൻ, കാരണം ഇനിയിപ്പോൾ എല്ലാ വർഷങ്ങളും ഇപ്പൊ തന്നെ താഴെയുള്ള ക്ലാസ്സുകളിലെല്ലാം ടഫ് ആക്കിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിന്റെ ഒക്കെ പാറ്റേൺ ഇപ്പോൾ മാറി. അവർ പറഞ്ഞായിരുന്നു മാറുമെന്ന്. അടുത്ത വർഷം തൊട്ട് നമ്മുടെ +2ന്റെയും മാറും. അപ്പൊ ഈ മാറ്റം വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഒന്നുകൂടെ ഒന്ന് ഫിൽട്ടർ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഫിൽട്ടറിങ് എന്ന് പറഞ്ഞാൽ? ജയിക്കുന്നവരെ മാത്രം ജയിപ്പിക്കുക എന്നുള്ളത്. അല്ലാതെ ജയിക്കാൻ ഇങ്ങോട്ട് നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജയിക്കണമെന്നില്ല. ജയിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പുറത്ത് ഇരിക്കുന്നവരെ അപ്പുറത്തോട്ട് എടുത്ത് എറിയുന്നില്ല. എന്ന് പറഞ്ഞാൽ 18 വേണ്ടത് ഇപ്പൊ 16 ആയി എന്ന് പറഞ്ഞുകൊണ്ട് 18 ആക്കുന്നില്ല എന്നർത്ഥം. പഴയ കാലത്ത് അങ്ങനെയൊക്കെ ആക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. 18 എന്നുള്ളതല്ല നമ്മുടെ മനസ്സിൽ വേണ്ടത്, 60ൽ ഒരു 40 എന്നുള്ള രീതിയിൽ കൂടെ വേണം പഠിക്കാൻ. അപ്പോഴാകുമ്പോൾ നമുക്ക് ഒരിക്കലും നമുക്ക് തോക്കേണ്ട ആവശ്യമേ വരത്തില്ല. അപ്പൊ ഈ 40 മാർക്ക് വാങ്ങുന്ന പറയുമ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര പാടൊന്നുമില്ല. 40 നമുക്ക് സിമ്പിളായിട്ട് വാങ്ങാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്കൊരു 30 ഉറപ്പിക്കാം. ഇനി അതില്ല ടഫ് ആണെങ്കിൽ 25 ഉറപ്പിക്കാം. ഒരിക്കലും തോക്കത്തില്ല എന്ന് ഉറപ്പ് വരുത്തണം. ആ രീതിയിൽ കൂടെ വേണം എല്ലാ സബ്ജക്ട്സും പഠിക്കാൻ. പ്രത്യേകിച്ച് സബ്ജക്ട്സുകളാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ലാംഗ്വേജസ് ഇത്രയും പ്രോബ്ലംസ് ഉണ്ടാകത്തില്ല. സബ്ജക്ട്സുകൾക്കാണ് അവർക്ക് കൂടുതൽ, പ്രത്യേകിച്ച് അതെല്ലാം ഡബിൾ വാല്യുവേഷൻ ആയതുകൊണ്ട് ആ രീതിയിൽ കൂടെയാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ രീതിയിൽ കൂടെ മാറി പഠിക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുക. പ്രത്യേകിച്ച് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കേട്ടോ, ഇത്രയും 4 സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കണം. നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാത്സ് ഒക്കെ നമ്മൾ തന്നെ അടിപൊളിയായിട്ടുള്ള ക്ലാസ് ആണ് തരുന്നത്. +1 ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നെങ്കിൽ അത് ചെയ്യാം. +2 സേയുടെ ആണെങ്കിൽ അതുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ. ആകെ ഇത്രമേ ഉള്ളൂ ഫീസ്. ഓക്കെ, ആകെ ഇത്രയേ ഉള്ളൂ. അപ്പൊ ജോയിൻ ചെയ്യാൻ എല്ലാവർക്കും കാര്യങ്ങൾ പിടികിട്ടി. മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.